പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ദാസ പാസ്റ്റർ ബ്ലസ്ലിൻ ജോൺ എബ്രഹാം IPC ഷാലെ ഫ്രാങ്ക്ഫർട്ട് ജർമ്മനി സഭയുടെ IPC സഭയുടെ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന അനുഗ്രഹീയനായ ദേവദാസൻ എൻ്റെ സ്നേഹിതനാണ്. ജിബിനുമായിട്ടും മറ്റ് പല പ്രിയപ്പെട്ടവരുമായിട്ട് അടുത്ത ബന്ധമുള്ള കർത്താവിൻ്റെ ദാസനാണ്, കുടുംബസ്ഥനാണ്. അദ്ദേഹം പത്തനാപുരം സ്വദേശിയാണ്. ഇന്നത്തെ ആരാധനയുടെ ഷോർട്ട് വിസിറ്റിങ്ങിൽ വന്നതിൽ ഒത്തിരി സന്തോഷം. തുടർന്നുള്ള അല്പനിമിഷങ്ങൾ അദ്ദേഹം ദൈവത്തിന് സംസാരിക്കുന്നതായിരിക്കും, ഇതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് കരങ്ങൾ അടിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചാട്ടെ. കരങ്ങൾ താട്ടി. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ ദൈവം എനിക്ക് ഒരവസരം തന്നതിൽ ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ഒത്തിരി വർഷമായിട്ട് ഈ ചർച്ചിനെ അറിയുകയും ചെയ്യാം. ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ നടന്ന ഒരു യൂത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ദൈവവചനം ശുശ്രൂഷിക്കുകയും ചെയ്തായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചു, ഒരു സൺഡേ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നെങ്കിൽ ഒത്തിരി സന്തോഷമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇത് ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട നിമിഷങ്ങളാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ അഭിഷിക്തദാസൻ, ആമേൻ, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ അഭിഷിക്തദാസൻ രാജു പൂവക്കാല പാസ്റ്റർ, പ്രത്യേകാലം എനിക്ക് ഒത്തിരി ഏറ്റവും അടുപ്പമുള്ള, ഞങ്ങൾ കുടുംബമായിട്ട് എപ്പോഴെല്ലാം ജർമ്മനിയിൽ നിന്ന് നാട്ടിൽ വിസിറ്റ് ചെയ്താലും ജിബിനെയും സ്നേഹയും കാണാതെ ഞങ്ങൾ പോകത്തില്ല. അത്രമാത്രം ഞങ്ങൾ ഒത്തിരി സ്നേഹിതരാണ്. നല്ല ബന്ധങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ചർച്ചിലെ ഒരു മെമ്പർ, പ്രിയ റിൻഡു സൂസൻ, ഞങ്ങളുടെ ചർച്ചിലെ മെമ്പറാണ്. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജർമ്മനിയിൽ ഫ്രാങ്ക്ഫോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് IPCയുടെ ചർച്ചിൻ്റെ പാസ്റ്ററായി നമുക്കവിടെ അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട എല്ലാ അഭിഷിക്ത ദൈവദാസന്മാർ, എല്ലാ ദൈവമക്കൾ, ഓൺലൈനിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം പറയുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് ഇന്ന് പകലിൽ അനുഗ്രഹിക്കട്ടെ. ഒരാഴ്ചത്തേന് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എങ്കിലും കർത്താവ് ഇങ്ങനെ ഒരുക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്ക് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. 2000 ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചത്. കഴിഞ്ഞ 26 വർഷമായി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. വിവിധയിടങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാനും കർത്താവിനെ ശുശ്രൂഷിക്കുവാനും ദൈവം എനിക്ക് അവസരം തന്നു. നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി മനസ്സ് തുറന്ന് കർത്താവിന് നന്ദി കൊടുക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. സ്തോത്രം. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് അവരുടെ വിവാഹശേഷം ഏകദേശം 6 വർഷത്തോളം മക്കളില്ലായിരുന്നപ്പോൾ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു സന്തതിയെ തരുന്നെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ തന്നോളാമെന്ന് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ എന്നെ നേരുവാനിടയായി തീർന്നു. വളർച്ചയിൽ പലവട്ടം എന്നോട് ആ വാക്കുകൾ പറഞ്ഞിട്ടും ഞാനത് അത്ര കാര്യമാക്കി വെച്ചില്ല. എന്നാൽ എൻ്റെ 17ാമത്തെ വയസ്സിൽ നേരെ വചനമെടുക്കാത്തവനെ ഒടിച്ചു മടക്കി എടുപ്പിക്കുമെന്ന് തെളിവോടെ, അനുഭവത്തോടെ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയുന്നു. എൻ്റെ ജീവിതത്തെ കർത്താവ് സമൂലമായി മാറ്റിയ 17ാമത്തെ വയസ്സ്. പത്തനാപുരത്ത് പെനിയേൽ ഗോസ്പൽ ടീം എന്ന് പറഞ്ഞൊരു ടീം, 10-20ഓളം പ്രവാചകന്മാർ ഒരുമിച്ച് തിങ്കളാഴ്ച തോറും ഒരുമിച്ചിരുന്ന് ആത്മാവിൽ തീ കത്തി ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയിൽ സകല മേഖലകളിലും പരാജയപ്പെട്ടവനായി, പ്രീ ഡിഗ്രിക്ക് 10 സബ്ജക്റ്റിനും തോറ്റ് ഒരു ഹിന്ദു സഹോദരനുമായി നാടുവിട്ട് മുംബൈയിൽ പോയി തിരികെ വന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ജനത്തിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എന്ന പോലെ ആ അഭിഷിക്ത ദൈവദാസന്മാരുടെ കൂട്ടായ്മയിൽ ചെന്നിരുന്നു. എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടു. എൻ്റെ കൂടെ മുംബൈയിൽ ആരോടും പറയാതെ പോയ ഞങ്ങൾ 2 പേരും കൂടെ മുംബൈയിൽ പോയത്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അവൻ
ഒരു കയറിൽ കെട്ടിഞ്ഞാന്ന് മരിച്ചു, സൂയിസൈഡ് ചെയ്തു. പക്ഷേ ആ കൂട്ടായ്മയിൽ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തി. നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് ആരാധിക്കുന്ന നിമിഷങ്ങൾ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അന്നത്തെ തീ കത്തിയുള്ള ആരാധനയ്ക്കകത്ത് ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്നിൽ നിന്ന് എന്തൊക്കെയോ ഇരുട്ടിൻ്റെ ശക്തികൾ വിട്ടുപോകുന്നത് എനിക്ക് മനസ്സിലായി. ആത്മാവിൻ്റെ ശക്തി അന്ന് പകലിൽ എൻ്റെ മേൽ ഇറങ്ങുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഒരു പ്രവാചകൻ ശക്തിയോടെ ദൈവവചനം ശുശ്രൂഷിച്ച ആ മെസ്സേജിൻ്റെ അവസാനം എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ മോൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഇന്ന് തൊട്ട് ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ യേശുവിന് വേണ്ടി ജീവിച്ചു കൊള്ളാമെന്ന് നീ തീരുമാനമെടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ആ ദേവദാസൻ പറഞ്ഞു തന്ന വാചകം ഇന്നെന്ന പോലെ ഓർക്കുന്നു. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ യേശുവിന് വേണ്ടി ജീവിച്ചു കൊള്ളാം. ആമേൻ. മുട്ടുകുത്താൻ പറഞ്ഞു, മുട്ടുകുത്തി. എൻ്റെ തോളിലും ദേഹത്തും തലയിലുമെല്ലാം അഭിഷക്തന്മാർ കൈവച്ചു. എല്ലാവരും പ്രവാചകന്മാരാ. ശക്തമായൊരു പ്രാർത്ഥന എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതം അന്ന് തൊട്ട് മാറിയതാ. അന്ന് തൊട്ട് എൻ്റെ ജീവിതം പരാജയമല്ലായിരുന്നു, അന്ന് തൊട്ട് എൻ്റെ ജീവിതം വിജയമായി മാറി. ഇന്ന് പകലിൽ യേശുവിന് വേണ്ടി ആരെങ്കിലും പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കഴിവുകൾക്കപ്പുറമായി, നമ്മുടെ യോഗ്യതകൾക്കപ്പുറമായി, നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾക്കപ്പുറമായി ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഈ പകലിലുണ്ട്? അവർക്ക് വേണ്ടി ഇന്ന് പകലിൽ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറട്ടെ. സമർപ്പിക്കുന്നെങ്കിൽ 100% കർത്താവിനെ സമർപ്പിച്ചു കൊടുത്തോ. സമർപ്പിക്കുന്നവനെ ഏതറ്റം വരെ ഉയർത്താമെന്ന് ദൈവം പദ്ധതി ഒരുക്കിയിട്ടുണ്ടോ, ആ പദ്ധതിയുടെ പൂർണ്ണ ലെവലിൽ അവൻ ഉയർത്തി മാനിക്കും. ഇന്ന് ജർമ്മനിയുടെ മണ്ണിൽ ഒരു ശുശ്രൂഷകനായി ഞാൻ നിൽക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, അന്ന് ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിച്ചതിൻ്റെ ഫലമാ. ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, കൃപയാൽ. ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെയായിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരയുന്ന കരച്ചിലുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്. അടങ്ങിയിരിക്കത്തില്ല ദൈവം. എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഉയർത്തി മാനിക്കുന്നൊരു ദൈവം. എന്നെ മാനിക്കുന്നവനെ മാനിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് ഈ പകലിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ആത്മാവിൽ ഞാൻ കൈമാറട്ടെ. എൻ്റെ ദൈവത്തിന് വേണ്ടി നീ ഒരു ചെറുവിരലെങ്കിലും അനക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്ലാസ് തണ്ണീർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിച്ചിരിക്കും. ഈ പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാ. പ്രോഫറ്റിക്കൽ അനോയിന്റിങ്ങോടെ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിന്റെ കൊമ്പിനെ ഉയർത്താനോ പുതിയ എണ്ണ നിന്റെ തലയിൽ തേപ്പിക്കാനോ എൻ്റെ ദൈവത്തിന് കഴിവുണ്ടെന്ന് ഈ പകലിൽ വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഈ പകലിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ നാമം ഈ പകലിൽ മഹത്വമെടുപ്പാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, യേശു ജീവിക്കുന്നു. റോമാലേഖനം 4-ാം വാക്യം. റോമാലേഖനം 4-ാം വാക്യം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് അല്പനിമിഷങ്ങൾ എനിക്ക് കുറച്ച് സമയം തന്നത്, ഞാൻ സമയത്തിനുള്ളിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി ശുശ്രൂഷകൾ ഇന്ന് പകലിൽ നടക്കേണ്ടതായിട്ടുണ്ടല്ലോ. സ്തോത്രം. കർത്താവിൻ്റെ വചനം ഇന്ന് പകലിൽ കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. റോമാലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിലെ പ്രത്യേകമായ ഒരു തിരുവചനം മാത്രം ഓർമ്മിപ്പിച്ചുണർത്താൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ എന്നെ നിയോഗിച്ച് ഇവിടെ ആക്കിയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം ഉറപ്പാക്കി പറയട്ടെ, മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവൻ. ഇത് മാത്രം ഒന്ന് റിസീവ് ചെയ്യാൻ ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവൻ ഇന്ന് പകലിൽ നിന്റെ യാതരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രാർത്ഥനാ വാചകങ്ങളെ ഏറ്റെടുത്ത് 1000 ദൂതന്മാരുമായി ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ആത്മമണ്ഡലം തുറന്നു നിൽക്കുമ്പോൾ
വരുമ്പോൾ, ആയിരം ദൂതന്മാരുടെ ശുശ്രൂഷകൾ അനുഭവിച്ചു അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിറഞ്ഞാരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആത്മനിറവിൽ ഒരു ദൂത് പറയട്ടെ. ആമേൻ. ശമരിയുടെ പടിവാതിക്കൽ നിന്നുകൊണ്ട് പ്രവാചകൻ ശക്തമായ ഒരു ആലോചന വിളിച്ചു പറയുന്നു. സ്തോത്രം. ഒരു ബ്രെഡ് കഷ്ണം പോലും കിട്ടാതിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകന്റെ അതരത്തിൽ നിന്ന് പുറപ്പെട്ട വാക്ക്, നാളെ ഈ നേരത്ത് ശെക്കേലിന് 1 സെയ ഗോതമ്പും ശെക്കേലിന് 2 സെയ യവവും വിൽക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞ കാലഘട്ടം, പിള്ളാരെ പിടിച്ച് പുഴുങ്ങി തിന്നുന്ന കാലഘട്ടത്തിൽ, ഒരാഹാരത്തിന് വകയില്ലാതെ ക്ഷാമം കൊണ്ട് നിറഞ്ഞ കാലഘട്ടത്തിൽ പ്രവാചക ശബ്ദം വിളിച്ചു പറഞ്ഞു, നാളെ നിങ്ങൾ ഒരു അത്ഭുതം കാണാൻ പോകുകയാ. മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ ഇന്ന് പകലിൽ സഭയോട് അരുളി ചെയ്യുന്ന ശക്തമായ ദൂത് കേട്ടോ. എല്ലാം അവസാനിച്ചു, ഇനി ജീവൻ വെക്കത്തില്ലെന്ന് പറഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയെ നോക്കിക്കൊണ്ട് ഈ പകലിൽ ഈ വചനമൊന്ന് റിസീവ് ചെയ്ത് ദൈവത്തെ സ്തുതിച്ചോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ കർത്താവിന്റെ പ്രത്യേകത മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവതാ. നാളെ ഈ നേരത്ത് നീ ഒരു അത്ഭുതത്തെ കാണാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഏത് കണ്ണാണോ അത്ഭുതം കാണിക്കത്തില്ലെന്ന് നോക്കി നിൽക്കുന്നത്, അതേ കണ്ണുകൊണ്ട് തന്നെ ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ആ അത്ഭുതം കാണാൻ പോകുകയാ. നീ ജീവിച്ചെഴുന്നേൽക്കാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാളെ നീ ഒരു അത്ഭുതം കാണും. ഇന്ന് പ്രാർത്ഥിച്ചതിന്റെ മറുപടി നാളെ ഒരു അത്ഭുതമായി മാറോ. ഇന്ന് കരഞ്ഞതിന്റെ മറുപടി നാളെ ഒരു അത്ഭുതമായി കാണോ. എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ടത്, ആ നിന്ദിക്കപ്പെട്ട സ്ഥലത്തെ നോക്കിക്കൊണ്ട് ആത്മാവ് സഭയോട് പറയുന്ന ശക്തമായ ദൂത്, നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതില് നന്മയ്ക്കായൊരടയാളം, നന്മയ്ക്കായൊരടയാളം, നന്മയ്ക്കായൊരടയാളം ദൈവം ചെയ്യാൻ പോവാ. മരണത്തിന്റെ നൈൽ നദിയുടെ മുമ്പിലും ഞാങ്ങണകയുടെ ഇടയിൽ കൂടെ മിരിയാം നോക്കി നിൽക്കുക. എന്തോ നോക്കി നിൽക്കുന്നത്? എൻ്റെ കുഞ്ഞനുജന്റെ മരണമായി നീ കാണാൻ പോന്നേ. മരണമാ. അവന്റെ പ്രായത്തിലുള്ള സകലരും മരിച്ചുപോയി. എന്നാൽ നൈൽ നദിക്ക് ഒതുക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ പദ്ധതിയെ ഈ പകലിൽ തിരിച്ചറിയുന്ന ദൈവജന ആർത്തു വിളിച്ച ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ഈ പകലിൽ ഞാൻ ഒരു ദൂത് പറയാ. മുളയിലെ നുള്ളിക്കളയുവാൻ ശത്രു അതിന്റെ മുഴുവലത്തോടെ നിനക്കെതിരെ പദ്ധതി ഒരുക്കിയപ്പോൾ ഈ പകലിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആത്മാവിൽ ദൂത് പറയാ. ദൈവത്തിന്റെ പദ്ധതി ഉള്ളതിനെ തകർത്തു കളയാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ധരമന ഘടകജന വൈഡബല ഹംദര അറബദുര മനഘടകജന വൈഷംധന രഗൽഖമന വൈഡബല ഹംദൽഖമന. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് വളർച്ചയിലെ നുള്ളിക്കളയുവാൻ അതിന്റെ മുഴുവലത്തോടെ പദ്ധതി ഒരുക്കിയ സകല പദ്ധതികളും ഈ വചന ശുശ്രൂഷയില് അഴിയുമാറുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പന പുറപ്പെടുവിക്കുന്നു. അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. പിശാച് ഒരുക്കിയ സകല പദ്ധതികളോ, ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കിയ സകല പദ്ധതികളോ, ശാപത്തിന്റെ സകല പദ്ധതികൾ ഈ പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. ദൈവത്തിന്റെ പദ്ധതികൾ ഈ സഭയിൽ ഓപ്പണാക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതികൾ അഭിഷക്തന്മാരിൽ ഓപ്പണാക്കി പ്രാർത്ഥിക്കുകയാ. നിന്നെ എവിടെ പാർപ്പിക്കണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടോ അവിടെ തന്നെ പാർപ്പിച്ചിരിക്കും. ഇവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്ന ഒരു പ്രവചന ദൂത് ഞാൻ പറയാ. നിന്റെ തലമുറ ഏത് രാജ്യത്ത് പ്ലേസ് ചെയ്യണമെന്ന് ദൈവം പദ്ധതി ഒരുക്കിയിട്ടുണ്ടോ എന്ന് പോലെ പരിശുദ്ധാത്മാവ് പറയുന്നു. ചെങ്കടലിൽ വഴി തുറക്കാൻ കഴിവുള്ളവൻ, ചെങ്കടലിൽ വഴി തുറക്കാൻ കഴിവുള്ളവൻ ഇന്ന് പകലിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. അവൻ ഇന്ന് പകലിൽ അടച്ചാൽ ആർക്കും അത് തുറക്കാൻ പറ്റത്തില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഈ മരിച്ചതിനെ ജീവിപ്പിക്കാനും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താനും കഴിവുള്ള ദൈവം. 3 പ്രത്യേക കാര്യങ്ങൾ ആ ലേഖനത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ അധ്യായത്തിൽ, ആ 4-ാം അധ്യായത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന്, അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്ക്, നീ ബഹുജാതികൾക്ക് പിതാവാകും.
ഒരു സന്തതി പോലും കയ്യിലില്ലാതിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തം നീ ബഹുജാതികൾക്ക് പിതാവായിട്ടിരിക്കും. സ്തോത്രം. ഈ കാണാതെ വിശ്വസിക്കുന്നവരാ ഏറ്റവും വലിയ ഭാഗ്യവാന്മാര്. ഇന്ന് നടക്കത്തില്ലെന്ന് പറയുന്ന ഒത്തിരി വിഷയങ്ങൾ, എന്നാൽ കാണാതെ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പക്ഷേ ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ദൈവം അത് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. സ്തോത്രം. ഒന്നാമത്തെ പോയിന്റ്, ബഹുജാതികൾക്ക് ഞാൻ നിന്നെ പിതാവാക്കും. രണ്ടാമത് 4-ാം അധ്യായം 4-ാം വാക്യം, റോമാലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത്, പ്രവർത്തിക്കുന്നവന് ദൈവം കടമാക്കി വെച്ചിരിക്കുക, കൃപയായിട്ടല്ല കടമാക്കി വെച്ചിരിക്കുക. പ്രവർത്തിക്കുന്നവന് ദൈവം കടക്കാരനാ. ഇന്ന് കർത്താവിൻ്റെ അഭിഷിക്തദാസൻ പാസ്റ്റർ പാടിയൊരു പാട്ട്, അവൻ ആർക്കും കടക്കാരനല്ല. സ്തോത്രം. പക്ഷേ ഒത്തിരി പാസ്റ്റർമാരെ നോക്കി, ഒത്തിരി ദൈവമക്കളെ നോക്കി എനിക്ക് ഇന്ന് പകലിൽ പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ദൈവം പലർക്കും കടക്കാരനായിട്ടിരിക്കുക. എന്താണെന്നറിയാവോ? ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് ദൈവം മറുപടി പലതും കിട്ടിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പാക്കി പറയാം, പിതാക്കന്മാരും മാതാക്കളും ചെയ്ത കാര്യങ്ങൾക്ക് മറുപടി അവരും അനുഭവിക്കും, അവരുടെ തലമുറയായി അനുഭവിക്കും. ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് പാടുമ്പോൾ 4-ാം വാക്യത്തിൽ പറയുന്നു, പ്രവർത്തിക്കുന്നവന് ദൈവം കൃപയായിട്ടല്ല കടമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ പകലിൽ ദൈവം ചിലർക്ക് കടക്കാരനായിട്ടിരിക്കുന്നെന്ന് പറയുമ്പോൾ ഈ വചനാടിസ്ഥാനത്തിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഹൃദ്യമായി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ദൈവം നമുക്ക് തന്നു തീർക്കും. എത്ര പേർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്? സ്തോത്രം. ഈ അഭിഷേകത്തെക്കുറിച്ച് ഞാൻ വചനത്തിൽ പഠിച്ചപ്പോൾ പഴയ നിയമത്തിൽ ഇരട്ടിയായിട്ടാണ് കൊടുക്കുന്നത്. ഏലിയാവിൻ്റെ മേൽ കിടന്ന അഭിഷേകം ഇരട്ടിയായിട്ടാണ് ഏലീശയുടെ മേൽ വീണത്. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇറങ്ങി വചനത്തിൽ പഠിച്ചപ്പോൾ കർത്താവ് പറയുന്നു, ചോദിക്കുന്നവന് അളവ് കൂടാതെയാ കർത്താവ് തരുന്നത്. ഈ പകലിൽ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. ഒരു കാര്യം ഉറപ്പായി പറയട്ടെ, സ്തോത്രം. ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്ന ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ അവൻ മറുപടി തരുമ്പോൾ എങ്ങനെ തരുമെന്ന് പറയാം, വലിച്ചു കയറ്റാൻ കഴിയാത്തതിനും അപ്പുറമായി നിന്റെ പടകിനെ ദൈവം നിറച്ചു തരും. പറക്കിക്കോട്ടെ എന്ന് ചോദിച്ച് കയറിയ രൂത്തെ നിന്റെ ജീവിതത്തെ വലിച്ചിട്ട് കറ്റ തരുന്ന രീതിയിൽ അളവ് കൂടാതെ ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ഈ പകലിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ദൈവത്തെ സേവിച്ച അഭിഷക്ത ദൈവദാസന്മാരുടെ തലമുറകൾ ഇന്ന് പകൽ എത്ര പേർ കേൾക്കുന്നുണ്ട്? ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ച ആമേൻ സ്തോത്ര നാമധേയ കൂട്ടം വിട്ട് ആമേൻ എല്ലാം വിട്ട് ഇറങ്ങിത്തിരിച്ച ദൈവജനം, നീ ഇറങ്ങിത്തിരിച്ചതിന് തക്കവണ്ണം ദൈവം നിനക്ക് മറുപടി തരാൻ തുടങ്ങിയാൽ അളവ് കൂടാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ഈ പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? അവർ ആർത്തു വിളിച്ചു ദൈവത്തെ ഈ പകലിൽ സ്തുതിച്ച് ആരാധിക്കട്ടെ. അവൻ നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ അളവ് കൂടാതെ അനുഗ്രഹിക്കും. മൂന്നാമത് സ്തോത്രം, റോമാലേഖനം 4-ാമത്തെ അധ്യായത്തിൽ ആമേൻ സ്തോത്രം 7-ാമത്തെ വാക്യം, അധർമ്മം മോചിച്ചും പാപം മറച്ചും കെട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. സ്തോത്രം. ദൈവം അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാനാണ്. ഈ 3 പ്രത്യേക കാര്യങ്ങളുടെ വിശദീകരണം അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് കൈമാറിയിട്ട് അതിൻ്റെ താഴോട്ട് പറയുമ്പോൾ അബ്രഹാമിൻ്റെ ലൈഫിനകത്തും അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്തും ദൈവം വാഗ്ദത്തം ചെയ്തതിനെ വർഷങ്ങൾ ആമേൻ
ഡിലേ ആക്കിയെങ്കിലും ഒരു ദിവസം അത് മറുപടിയായി കൊടുത്തു. ആ മറുപടി വീട്ടിൽ ഒരു ചിരിയായിരുന്നു. ഈ പകൽ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റാൻ, നമ്മുടെ രട്ടിനെ അഴിച്ച് സന്തോഷമുടിപ്പിക്കാൻ എൻ്റെ ദൈവം ഇന്ന് പകലിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് ആർത്ത് വിളിച്ച് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഈ പകലിൽ കർത്താവിന് നന്ദി പറയാൻ കഴിവുണ്ട്? ഓ, മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ. ഇത് ഞാൻ ഇന്ന് കുറേ പ്രാവശ്യം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ന് പകലിൽ ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയുക, ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവം പ്രവർത്തിക്കുമെന്നുള്ളതാ. സ്തോത്രം. ഈ മരിച്ചതിനെയൊക്കെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഒരു വെളിപ്പാടോടെ പറഞ്ഞ് ഞാൻ വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുക. ഈ ഗോൽഗോത്ത മലമുകളിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഗോൽഗോത്ത മലമുകളിൽ 3 ക്രൂശുണ്ട്. നടുക്ക് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ യേശു കർത്താവ് 3 ആണിമേൽ, തലയിൽ മുൾക്കിരീടമുണ്ട്. ആമേൻ. ഉഴവുചാല് പോലെ പുറം കീറപ്പെട്ടവനായി. സ്തോത്രം. കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തേൽക്കപ്പെട്ടവനായി അവസാനത്തെ ശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷം. സ്തോത്രം. ഒരു സൈഡിൽ കിടക്കുന്ന കള്ളൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ നിന്നെ രക്ഷിക്ക്, എന്നിട്ട് ഞങ്ങളെയും കൂടെ രക്ഷിക്ക്. അടുത്ത് കിടക്കുന്ന കള്ളൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവിൻ്റെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ, നാഥാ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടെ ഒന്ന് ഓർത്തോണേ. സ്തോത്രം. ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് പാതാളത്തിൽ നിന്ന് പറുദീസയിലെത്തി. ഈ പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന ചില വാക്കുകൾ നിന്നെ പാതാളത്തിൽ നിന്ന് സ്വർഗത്തിൽ എത്തിക്കുന്നതാണെന്ന് ഈ പകലിൽ വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ ഈ പകലിൽ ഇറങ്ങി വന്ന് നിന്ന് വിളിച്ചു പറയുന്നു, നിന്റെ മരണത്തിന്റെ താഴ്വരയിൽ നീ ഒരു സ്റ്റേറ്റ്മെന്റ് ദൈവസന്നിധി പറ, എൻ്റെ കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ ഓർത്തോണേ. ഈ വാക്ക് പഴയ നിയമത്തിൽ മുഴങ്ങിക്കേട്ട വാക്കാ. ആ വാക്കൊരു വെളിപ്പാടോട് പറയാം. ജോസേഫ് 2 പേരോട് ഈ വാക്ക് പറയുന്നുണ്ട്. അപ്പക്കാരൻ്റെ പ്രമാണിയോടും പാനപാത്രവാഹന്റെ പ്രമാണിയോടും 2 പേരോട് പറയുന്നു, എന്നെ ഒന്ന് ഓർത്തോണേ. അവിടെ ചെല്ലുമ്പോ, കൊട്ടാരത്തിൽ ചെല്ലുമ്പോ നമ്മൾ ഒരുമിച്ച് ഇവിടെയാ ആയിരുന്നേ, ഒന്ന് പറഞ്ഞേക്കണേ, ഒന്ന് ഓർത്തോണേ. മനുഷ്യൻ മറന്നിടത്ത് കർത്താവും മറക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് പകലിൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞത് റിസീവ് ചെയ്യാൻ കഴിവുണ്ട്? മനുഷ്യനോട് നീ പറഞ്ഞു, ഒന്നോർത്തോണേ. അവരോർത്തില്ലേലോ നിന്റെ കാരാഗ്രഹത്തെ പ്രൈം മിനിസ്റ്റർ പദവിയിലേക്ക് കൊണ്ടെത്തിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. ഈ വർഷം വിശ്വാസത്തിന്റെ വചനത്തിന്റെ വർഷമാണെങ്കിൽ ഈ പകലിൽ ഞാൻ ഈ വചനത്തെ ആമേൻ ഈ സഭയ്ക്കകത്ത് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ആത്മാവിൽ ഇന്ന് പകലിൽ ഏറ്റെടുത്ത് പറ, എൻ്റെ ജീവിതത്തിൽ ദൈവം ഓർക്കുന്ന ദൈവമാ. അവൻ ഓർക്കുന്ന ദൈവമാ. സ്തോത്രം. ജോസേഫ് പറഞ്ഞു ഓർത്തോണേ, പക്ഷെ അവർ ഓർത്തില്ല. എന്താ? പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു കർത്താവിനോട് തുറന്നു പറഞ്ഞു, എന്നെ ഒന്ന് ഓർത്തോണേ. പാതാളത്തെ പറുദീസയാക്കി മാറ്റാൻ ഒറ്റ സെക്കൻഡ് മതി. ഇപ്പൊ അതിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതരത്തിൽ നിന്ന് വീഴുന്ന വാക്കുകൾ നിന്റെ വീട്ടിനകത്ത് ആത്മമണ്ഡലത്തിൽ കിടപ്പുണ്ട്. അത് നെഗറ്റീവായിട്ട് പറഞ്ഞാലും ശാപമായിട്ട് പറഞ്ഞാലും അനുഗ്രഹമായിട്ട് പറഞ്ഞാലും നിന്റെ വീട്ടിനകത്ത് അത് കിടപ്പുണ്ട്, നിന്റെ നിഴലിനകത്ത് കിടപ്പുണ്ട്. ഈ പകലിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയാ, നിന്റെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ വിശ്വാസത്തിന്റെ വാക്കുകളാണെങ്കിൽ ആ വാക്കുകൾ അതുപോലെ സംഭവിക്കുമെന്ന് ഈ പകൽ വിശ്വസിക്കുന്നത്ര പ്രിയപ്പെട്ടവരുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഗസ്കേലിന്റെ മേൽ യഹോവയുടെ കരം വന്നു, യഹോവയുടെ ആത്മാവിനാൽ പുറപ്പെട്ടു. താഴ്വരയുടെ നടുവിൽ നിന്നു ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ കർത്താവേ നീ അറിയുന്നു. പ്രവാചകൻ വിളിച്ചു പറയുന്നു, കർത്താവേ നീ അറിയുന്നു. ഈ പകലിൽ ചിലർ സഭായോഗത്തിൽ വന്നിരുന്ന് ആമേൻ അവരുടെ വിഷയത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിങ്കലേക്ക് നോക്കിയിട്ട് പറയുന്നു, കർത്താവേ നീ അറിയുന്നു.
ആ ചോദ്യത്തിന്റെ മുമ്പിൽ കർത്താവ് പറയുന്നു, 4 ദിക്കിൽ നിന്ന് കാറ്റ് വീശിയടിക്കാൻ പോകുക, 4 ദിക്കിൽ നിന്ന് കാറ്റ് വീശിയടിക്കാൻ പോവുക. ഇത് ജീവൻ പ്രാപിക്കത്തില്ലെന്ന് ആരെല്ലാം വിധി എഴുതിയോ, പണ്ടിവർ രാജാക്കന്മാരായിരുന്നു, പണ്ടിവർ പ്രവാചകന്മാരായിരുന്നു, പണ്ടിവർ പ്രഭുക്കന്മാരായിരുന്നു, പണ്ടിവർ ഭയങ്കര കൃപാവര പ്രാപ്തന്മാരായിരുന്നത് ഈ പകലിൽ ഉറക്കെ വിളിച്ചു പറയാ, അവൻ മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളത്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള കർത്താവ്. അവൻ ഇന്ന് പകലിൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. ഈ മരിച്ചതിനെ ജീവിപ്പിക്കുക എന്ന് പറയുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവനെന്ന് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ആ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. ആ വാക്കിനകത്ത് എന്നാ പറയുന്നത്? കർത്താവ് എവിടെയെല്ലാം ചലിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. 3.5 വർഷത്തെ ശുശ്രൂഷ വേളയിൽ താൻ കണ്ടതെല്ലാം അത്ഭുതങ്ങളാണ്. സ്തോത്രം, ആമേൻ. ഞങ്ങളുടെ ചർച്ചിൽപ്പെട്ട ഒരു യൗവനക്കാരി ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത് വന്നിട്ടൊരു ഒരു ചോദ്യം ചോദിച്ചു. ബൈബിളിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. നന്നായി വചനം വായിക്കുന്ന ആ സഹോദരി എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം. സ്തോത്രം. ആ ചോദ്യത്തിനകത്ത് ഈ വാക്കുകൾ കിടപ്പുണ്ട്. മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവനെന്ന് വാക്യം കിടപ്പുണ്ട് പാസ്റ്ററേ. പക്ഷേ അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഈ ജനറേഷനിലും ഈ കാലഘട്ടത്തിലും അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു മറുപടി പറയുന്ന ഒരൊറ്റ വാക്യമുള്ളൂ: ഇന്നും മാറാത്തവനായി യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നിൽക്കുന്ന കർത്താവാകിയാൽ അവന് മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുണ്ട്. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് നാറ്റം വമിച്ചു തുടങ്ങി, ഇനിയും രക്ഷയില്ലെന്ന് മറിയയും മാർത്തയും ഒരുമിച്ച് ചേർന്ന് പറഞ്ഞാലും ആമേൻ, അകത്തളങ്ങളിൽ വിശ്വാസമുള്ളവർ ഇന്ന് പകൽ വിളിച്ചു പറ, ഏതു നാറ്റം വമിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ, ഏതുരുട്ടി വെച്ച കല്ലുകളെയും ഉരുട്ടി മാറ്റാൻ കഴിവുള്ളവൻ, എത്ര വരിഞ്ഞു മുറുക്കി മനുഷ്യനും പിശാചും ആമേൻ ഒരുമിച്ച് ചേർന്ന് വരിഞ്ഞു മുറുക്കി കെട്ടിയാലും ആ കെട്ടിനെ അഴിച്ചുവിടാൻ കഴിവുള്ളവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവൻ ഇറങ്ങി വരുമെന്ന് ഇന്ന് പകലിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? പുനരുദ്ധാനത്തിന്റെ ശക്തി അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവജന 1-2 മിനിറ്റ് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്താണോ നമ്മൾ പ്രസംഗിക്കുന്നത് അത് വിശ്വാസത്തോടാ പ്രസംഗിക്കുന്നത്. എന്താണോ നമ്മൾ കേൾക്കുന്നത് അത് വിശ്വാസത്തോടാ നമ്മൾ നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ചില മരിച്ചതിനെ ജീവിപ്പിക്കുക, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവൻ ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. In the beginning God created heavens and the earth. ആമേൻ. ഒന്നുമില്ലാത്തടത്ത് കർത്താവ് പറഞ്ഞു ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉളവായി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉളവായി വന്നെങ്കിൽ അവൻ ഇന്ന് പകലിൽ ഇറങ്ങി വന്ന് വിളിച്ചു പറയുന്നു, എന്താ നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തത്? എന്താണ് ഇല്ലാത്തത്? അതിനെ ഇന്ന് പകലിൽ നോക്കി വിളിച്ചു പറ. അത് ഉളവായി വരാൻ പോകുക, അതിനെ വിളിച്ചു വരുത്തും. ഓ ഹല്ലേലൂയ. റബന ഹദുര മനഗടഗജന. വിളിച്ചു വരുത്തു, വിളിച്ചു വരുത്തു, വിളിച്ചു വരുത്ത്. യേശുവിന്റെ നാമത്തിൽ നിന്റെ സൗഖ്യം ഇന്ന് പകൽ നീ വിളിച്ചു വരുത്ത്. അവന്റെ അടി പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെസ് 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 യെസ്. ഓ, ഈ ഒരറ്റം മുതൽ മററ്റം വരെ ദൈവശക്തി വ്യാപരിച്ചു തുടങ്ങിയ യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തെ നോക്കി ശത്രുവായ പിശാച് വിധി എഴുതിയ സകല മേഖലകളെ നോക്കി ഈ പകലിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ആത്മനിറവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ചിലത് ജീവൻ പ്രാപിക്കാൻ പോവുക, ചിലത് ജീവൻ പ്രാപിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കാൻ പോകുക, ജീവൻ പ്രാപിക്കാൻ പോകുക. ആത്മീയ മരണം സംഭവിച്ച, ആത്മീയ മരണം സംഭവിച്ച ചിലത് ഇന്ന് പകരം ജീവൻ പ്രാപിക്കാൻ പോകുക. തൊടുന്നു 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 തൊടുന്നു. ദൈവത്തിന്റെ കരം, ആണിപ്പഴുതുള്ള കരം ഈ പകലിൽ ചില ശിരസിന്റെ മേൽ വെക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ പത്രോസേ, നീ കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിലാണെങ്കിലോ നിന്റെ മുമ്പിൽ വാതിൽ തുറക്കോ, ഇരുമ്പ് വാതിൽ തുറക്കോ, പട്ടണത്തിലേക്കുള്ള വാതിൽ തുറക്കോ. സഭയുടെ മുമ്പിൽ നീ ഒരു അനുഭവ സാക്ഷ്യം പറയാനുണ്ട്.
തൊടട്ടെ തൊടട്ടെ തൊടട്ടെ, ദൈവത്തിന്റെ കരം തൊടട്ടെ, ദൈവത്തിന്റെ കരം ഇന്ന് വരെ തൊടട്ടെ. ജീവിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. നീ ജീവൻ പ്രാപിക്കാൻ പോവുക. ജീവനുള്ള ഒന്നെങ്കിലും വീട്ടിനകത്തുണ്ടെങ്കിൽ ശത്രുവിന് നിന്റെ അതിരിനകത്ത് കയറാൻ പറ്റത്തില്ല. കാര്യം ഒരു തീക്കകത്ത്, ഒരു വലിയ തീ മതില് നിനക്ക് ചുറ്റുമുണ്ട്. കാര്യം നീ ജീവനുള്ളയാളാ. ഓ, ജീവിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ എവിടെയാ നഷ്ടപ്പെട്ടത്? എവിടെയാ കൃപാവരം നഷ്ടപ്പെട്ടത്? എവിടെയാ വചനത്തിന്റെ വെളിപ്പാട് നഷ്ടപ്പെട്ടത്? എവിടെയാ തീ കത്തിയുള്ള ആരാധന നഷ്ടപ്പെട്ടത്? ഇന്ന് വരെ കർത്താവിനോട് പറ, കർത്താവേ ഞങ്ങളെ ജീവിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവൻ ജീവിപ്പിക്കുന്ന ദൈവമാ, അവൻ ജീവിപ്പിക്കുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതലിന്റെ പ്രയറിലേക്ക് നമ്മൾ ഒരുമിച്ച് പോവുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുത വിടുതലുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഏത് വിഷയത്തിനകത്തോ പിശാചും മനുഷ്യനും ഒരുമിച്ച് ചേർന്ന് ജീവിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഈ പേരിൽ യേശുവിന്റെ നാമത്തിൽ, ഓ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തില് ആ ബ്ലൂ ഷർട്ട് ഇട്ട് ആ മകനോട് പരിശുദ്ധാത്മാ പറയുന്നു, ജീവിപ്പിക്കാൻ പോവുക, ദൈവം ജീവിപ്പിക്കാൻ പോവുക. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കരമടിക്കുന്നത് നന്നായി കരമടിച്ച് എല്ലാവരും ആത്മാവിൽ ആരാധിച്ചോട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കോ, വിശ്വാസത്താൽ ജീവിക്കോ, വിശ്വാസത്താൽ ജീവിക്കോ. മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ഇപ്പോൾ കുടുംബങ്ങളിൽ ചലിക്കട്ടെ, സഭയിൽ ചലിക്കട്ടെ. ധരധര മനഘടകജന വൈഡബല ഹംധര ശരധരമന ഘടകജന വൈഡബല അധരമന ഘടകജന. നാളുകളായി ശത്രു ബന്ധിച്ച ബന്ധനങ്ങൾ ഈ പകൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു പരിധിക്കപ്പുറം വിടാതെ വേണ്ട നിന്നെ തടയുന്ന ഒരു സർക്കിൾ വരച്ച്, ഓ ഒരു കുറ്റിയടിച്ച് ആ കയറിന്റെ നീളത്തിനനുസരിച്ച് നിന്നെ കറക്കിക്കൊണ്ടിരിക്കുന്ന സകല അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ഓ അഴിയട്ടെ, അഴിയട്ടെ. ആ കെട്ടുകൾ പോട്ടെ, വിടുതൽ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നു. അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങട്ടെ, വിടുതലുകൾ നടന്നു തുടങ്ങട്ടെ, ദൈവപ്രവൃത്തി നടന്നു തുടങ്ങട്ടെ. അവൻ ഇന്നലകളിൽ വിടുവിച്ച ദൈവമാണെങ്കിൽ അവൻ ഇന്നും വിടുവിക്കുന്ന ദൈവമാ. ഇത്ര വലിയ മരണത്തിൽ നിന്ന് അവൻ മേലാലും ഞങ്ങളെ വിടുവിക്കും. ആ പുതിയ നിയമ വെളിപ്പാട് പൗലോസ് പറഞ്ഞതാ. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്ത് പത്തനാപുരത്ത് നിന്ന് വന്നപ്പോൾ വെളുപ്പാങ്കാലത്ത് 5:30 എഴുന്നേറ്റ് യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു കാര്യം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ, ഒന്നുറക്കെ പറയാമോ? കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ. ആ വെളിപ്പാടൊക്കെ ഭയങ്കരവാ. ശദ്രക്കും മേശക്ക് അഭേന്ദ്രഗോവ് 2 മിനിറ്റ് കൊണ്ട് നിർത്താൻ പോവാ. ശദ്രക്കും മേശക്ക് അഭേന്ദ്രഗോവ് പറഞ്ഞു, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഞങ്ങൾക്കൊരു ദൈവത്തെ അറിയാം, അവൻ മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിവുള്ളതാ. ഞാൻ പ്രവചിച്ചു പറയാൻ പോവാ, ഈ തീക്കകത്ത് നീ കരിഞ്ഞ് കരിക്കട്ടയായി പുറത്തു വരുമെന്ന്. ലോകം മൊത്തം വിധി എഴുതിയാലോ ഈ പകലിൽ ആത്മാവിൽ ഏറ്റെടുത്തോ. നീ കരിഞ്ഞ് കരിക്കട്ടയായിട്ടല്ല പുറത്തു വരാൻ പോകുന്നേ. നീ അത്ഭുത സാക്ഷിയായി ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. അവൻ മരിച്ചതിനെ ജീവിപ്പിക്കുന്ന കർത്താവ്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഒരുമിച്ച് തന്ന നല്ല കൂട്ടായ്മയ്ക്ക് നന്ദി. ഈ പരദേശവാസത്തിൽ ഇത്രയും സന്തോഷം സ്വർഗം താണിറങ്ങി വന്നുണ്ടെങ്കിൽ നിത്യ കനാനിൽ അങ്ങയുടെ സന്നിധിയിൽ എന്തുമാത്രം സന്തോഷമുണ്ടപ്പ. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. മരിച്ചതിനെ ജീവിപ്പിക്കാൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ളവൻ. ഈ സഭയ്ക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നതിന് നന്ദി. എല്ലാ മഹത്വം ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. അവസരമൊരുക്കിയ പാസ്റ്റർക്കും ചർച്ചിനും പ്രത്യേകം നന്ദി. പ്രാർത്ഥനയും ഞങ്ങളെയും ഓർക്കണം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
എല്ലാവരും